അമേരിക്കയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയ്ക്ക് തന്നെ വഴിയൊരുക്കിയിരിക്കുകയാണ്. ലോകപ്രശസ്തമായ പർഡ്യൂ യൂണിവേഴ്സിറ്റി നൽകിയ ഒരു തൊഴിൽ പരസ്യമാണ് ഇതിന് ആധാരം. അമേരിക്കയിലെ ജോലികൾ ചെയ്യാൻ യോഗ്യരായ അമേരിക്കക്കാരെ കിട്ടാനില്ല എന്ന വിചിത്രമായ വാദമാണ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് വെക്കുന്നത്. H1B വിസക്കാർക്കും മറ്റു വിദേശ തൊഴിലാളികൾക്കും മുൻഗണന നൽകുന്ന ഈ നീക്കം അമേരിക്കൻ പൗരന്മാരെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയിലെ വലിയ കമ്പനികൾ ആയിരക്കണക്കിന് ആളുകളെ പിരിച്ചുവിടുമ്പോൾ മറുവശത്ത് ആളെ കിട്ടാനില്ല എന്ന് പറയുന്നതിന് പിന്നിലെ സത്യം എന്താണ്? ഈ നീക്കം അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. പർഡ്യൂ യൂണിവേഴ്സിറ്റി തങ്ങളുടെ ലിങ്ക്ഡിൻ പേജിലൂടെയാണ് ഈ അറിയിപ്പ് പുറത്തുവിട്ടത്. സാധാരണയായി കമ്പനികൾ വിദേശികളെ നിയമിക്കുമ്പോൾ അമേരിക്കൻ പൗരന്മാരെ ഈ ജോലിക്ക് ലഭ്യമല്ല എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ഇത് പരസ്യമായ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതി വെച്ചതാണ് വലിയ വിനയായിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ ചില തസ്തികകളിലേക്ക് H1B E3 വിസക്കാരെ നിയമിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ ജോലി ചെയ്യാൻ കഴിവുള്ള അമേരിക്കൻ തൊഴിലാളികളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ പ്രസ്താവന പുറത്തു വന്ന ഉടനെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. അമേരിക്കക്കാരെ കിട്ടാനില്ലാത്തതല്ല, മറിച്ച് അമേരിക്കക്കാർക്ക് നൽകേണ്ട ഉയർന്ന ശമ്പളം നൽകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണ് എന്നാണ് പലരും ഇതിന് നൽകിയിരിക്കുന്ന മറുപടി. നമ്മൾ സാധാരണ കേൾക്കുന്ന H1B വിസയെ കുറിച്ച് നമുക്കറിയാം. IT മേഖലയിലും മറ്റ് സ്പെഷ്യലൈസ്ഡ് ജോലികളിലും വിദേശികളെ നിയമിക്കാനുള്ള വിസയാണിത്. ഇതിൽ ഭൂരിഭാഗവും കൈക്കലാക്കുന്നത് ഇന്ത്യക്കാരാണ്. എന്നാൽ ഇതിനൊപ്പം പർഡ്യൂ യൂണിവേഴ്സിറ്റി പരാമർശിച്ച മറ്റൊരു വിസയാണ് E3. ഇത് ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേക വിസയാണ്. ഈ വിസകൾ വഴി വിദേശികളെ കൊണ്ടുവരുന്നത് കമ്പനികൾക്ക് പലപ്പോഴും ലാഭകരമാണ്. കാരണം തദ്ദേശീയരായ അമേരിക്കൻ വിദഗ്ധർ ആവശ്യപ്പെടുന്ന വലിയ ശമ്പളത്തേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് വിദേശികളെ ലഭിക്കും എന്നൊരു ആരോപണം കാലങ്ങളായുണ്ട്. ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലായിരുന്നു പർഡ്യൂവിന്റെ പരസ്യം. അമേരിക്കയിലെ നിലവിലെ തൊഴിൽ സാഹചര്യം വളരെ മോശമാണ്. ടെക് ലോകത്ത് ലേ ഓഫുകൾ തുടരുകയാണ്. ഗൂഗിൾ, ആമസോൺ, മെറ്റ തുടങ്ങിയ കമ്പനികൾ 10,000-കണക്കിന് ആളുകളെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഉയർന്ന ബിരുദങ്ങളുള്ള അമേരിക്കൻ യുവാക്കൾ പോലും ഒരു ജോലിക്കായി നെട്ടോട്ടം ഓടുമ്പോൾ ആളെ കിട്ടാനില്ല എന്നൊരു യൂണിവേഴ്സിറ്റി പറയുന്നത് അവഹേളനമാണെന്നാണ് അമേരിക്കൻ പൗരന്മാരുടെ വാദം. യൂണിവേഴ്സിറ്റി നിയമിക്കാൻ ഉദ്ദേശിക്കുന്ന തസ്തികകളിൽ പലതും IT, ഡാറ്റ സയൻസ്, എഞ്ചിനീയറിംഗ് മേഖലകളിലാണ്. പർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് അമേരിക്കൻ വിദ്യാർത്ഥികൾ ഈ വിഷയങ്ങളിൽ പഠിച്ചിറങ്ങുന്നുണ്ട്. തങ്ങളുടെ സ്വന്തം വിദ്യാർത്ഥികൾക്ക് പോലും ജോലി നൽകാൻ തയ്യാറാകാതെ എന്തിനാണ് വിദേശികളെ തേടുന്നത് എന്നതാണ് ചോദ്യം. ഇതിന് പിന്നിൽ കുറഞ്ഞ ശമ്പളത്തിന് ആളുകളെ കിട്ടാനുള്ള തന്ത്രമാണെന്ന് US ടെക് വർക്കേഴ്സ് പോലുള്ള സംഘടനകൾ ആരോപിക്കുകയും ചെയ്യുന്നു. അമേരിക്കൻ നിയമം അനുസരിച്ച് ഒരു കമ്പനിക്ക് വിദേശിയെ നിയമിക്കണമെങ്കിൽ ആദ്യം ആ ജോലിക്ക് അമേരിക്കക്കാരെ കിട്ടാനില്ല എന്ന് തെളിയിക്കണം. ഇതിനെയാണ് ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനായി അവർ പരസ്യങ്ങൾ നൽകണം. എന്നാൽ പലപ്പോഴും ഈ പരസ്യങ്ങൾ പേരിന് മാത്രമാണെന്നും ശമ്പളം വളരെ കുറച്ചു കാണിച്ചുകൊണ്ട് അമേരിക്കക്കാരെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും ആക്ഷേപമുയരുന്നുണ്ട്. പർഡ്യൂവിന്റെ കാര്യത്തിൽ അവർ ഈ പ്രക്രിയ വളരെ ക്രൂരമായി സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചു എന്നതാണ് പ്രശ്നം. ഇത് വംശീയമായ ചർച്ചകളിലേക്കും വഴിമാറിയിട്ടുണ്ട്. വിദേശികൾ അമേരിക്കക്കാരുടെ ജോലികൾ തട്ടിയെടുക്കുന്നു എന്ന വാദത്തിന് ഈ പോസ്റ്റ് ശക്തി പകരുകയാണ്. വിമർശനം കടുത്തതോടെ പർഡ്യൂ യൂണിവേഴ്സിറ്റിക്ക് വിശദീകരണം നൽകേണ്ടിയും വന്നു. തങ്ങൾ നിയമപരമായ പ്രക്രിയകൾ മാത്രമാണ് പിന്തുടരുന്നതെന്നും വളരെ ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള തസ്തികകളിൽ മാത്രമേ വിദേശികളെ നിയമിക്കാറുള്ളൂ എന്നും അവർ വാദിക്കുന്നു. എന്നാൽ പർഡ്യൂവിന്റെ ലിങ്ക്ഡിൻ പേജിലെ കമന്റുകൾ ഇപ്പോഴും ഈ വിഷയത്തിൽ കത്തുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്ന് പല പ്രൊഫസർമാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവിടെയുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകളെയാണ്. കാരണം H1B വിസക്കാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നാട്ടുകാർക്ക് അവരോട് വിദ്വേഷം തോന്നാൻ ഇത്തരം പോസ്റ്റുകൾ കാരണമാകും. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ എന്ന ലേബലിൽ ഇന്ത്യക്കാരെ കാണാൻ ഇത് ഇടയാക്കും. കൂടാതെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കാൻ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദമുണ്ടാക്കാനും ഇത്തരം വിവാദങ്ങൾ കാരണമാകും. പർഡ്യൂ യൂണിവേഴ്സിറ്റിയുടെ ഈ നീക്കം ഒരു വലിയ സത്യം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അമേരിക്കയിലെ കോർപ്പറേറ്റ് ലോകവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തദ്ദേശീയരേക്കാൾ ലാഭത്തിനാണ് മുൻഗണന നൽകുന്നത്. എന്നാൽ ഇത് സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഈ വിവാദം അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.